നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് അത്ത നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് അത്ത നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ നോക്കാം. അത്ത നക്ഷത്രക്കാർക്ക് മധ്യഷട്കമാണ്. ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്ര ആഭരണാദികളും ഒക്കെ ലഭിക്കാം. ദേവതയായി മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ മുതിർന്ന ജനങ്ങളുടെയും ഗുരുജനങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് അത്ത നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷു വർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. അത്ത നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർക്ക് വാക്സാമർഥ്യവും കൗശല്യവും സർക്കാർ ജോലി ലഭിക്കുന്നവരും ആണ്. മദ്യത്തിലും കാമിനിയിലും പ്രിയമുള്ളവരും ലജ്ജയില്ലാത്തവരും ആകാം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ കൈകളും കണ്ണുകളും കാതുകളും അഴകുള്ളവരും ക്ഷമാശീലവും സ്വഭാവ ഗുണവും സമ്പന്നതയും അത്യന്തം സുഖം അനുഭവിക്കുന്നവരും ശരീര പുഷ്ടിയുള്ളവരുമാണ്. അത്ത നക്ഷത്രക്കാർക്ക് കണ്ടകശനിയും 10ലും 11ലുമായിട്ട് വ്യാഴവും 6ൽ രാഹുവും സഞ്ചരിക്കുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ ധനനഷ്ടം, മാനഹാനി, ധനക്ലേശം എന്നിവയും പരിശ്രമത്താൽ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. യാത്രയിൽ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 5 വയസ്സുവരെ ഉള്ള ചെറിയ കുട്ടികൾക്ക് വളരെ സുഖവും 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ളവർക്ക് വളരെ ശൗര്യവും വീര്യവും കൂടിയിരിക്കുന്ന അവസ്ഥയും ഉണ്ടാകാം. കുട്ടികളെ സൽപ്രവൃത്തിയിലേക്ക് നയിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാദി ഗുണഫലങ്ങൾ ചെറിയ രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം. സരസ്വതി കൃപ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തുക. കൂടാതെ പരിശ്രമവും അത്യാവശ്യമാണ്. 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള അത്ത നക്ഷത്രക്കാരായിട്ടുള്ളവർ വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ജോലിയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുകയും പുതിയ മേഖലകൾ അന്വേഷിച്ച് വിജയത്തിലെത്താനും ഈ വർഷം പരിശ്രമിക്കേണ്ടതാണ്. 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള കാലത്ത് ജീവിക്കുന്നവർ ഏത് ക്ലേശവും സഹിച്ച് ജീവിത വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് കുടുംബത്തിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾക്ക് പരിഹാരവും രോഗങ്ങൾക്ക് നിവൃത്തിയും നല്ല വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. അത്ത നക്ഷത്രക്കാർക്ക് വ്യാഴം 10, 11 ഭാവങ്ങളിലാണ് സഞ്ചരിക്കുക. ശനി 7ലും രാഹു 6ലും കേതു 12ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങൾ ആവർത്തിക്കുന്നതാണ്. പുതിയ തൊഴിൽ ലഭിക്കാം, എന്നാൽ പൂർണ്ണ തൃപ്തി ഉണ്ടാകണമെന്നില്ല. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സുഗമതയും അധികാരവും കുറയുന്നതാണ്. പ്രതീക്ഷിച്ച സ്ഥാനോന്നതി ഉണ്ടാകണമെന്നില്ല. വേതനത്തിൽ നാമമാത്രമായിട്ടുള്ള വർധനവ് വന്നാലായി. ബിസിനസ്സിൽ ലാഭം കൂടാനിടയില്ല. നിലവിലെ സ്ഥിതി തുടരാനാണ് സാധ്യത. പുതുസംരംഭങ്ങളെ ഒരു പരീക്ഷണമായി കണ്ടാൽ മതി. 7ലെ ശനിയാൽ അന്യദേശത്ത് ജോലിക്കോ പഠിപ്പിനോ അവസരം ഉണ്ടാകാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ മടുപ്പുണ്ടാകാം. വീട് നിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞേക്കും. വാഹന യോഗവും ഉണ്ട്. 6ാം ഭാവത്തിലെ രാഹു അപ്രതീക്ഷിത
ധനാഗമവും ശത്രുവിജയം എന്നിവ സമ്മാനിക്കുന്നതുമാണ്. പ്രണയം നിലനിർത്തുക എന്നത് ക്ലേശകരമായി തോന്നാം. ദാമ്പത്യ ജീവിതത്തിലും ചില അലോസരങ്ങൾ ഉണ്ടായേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.